അണുവിട തെറ്റാത്ത ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. ഇതിൽ ആദ്യാവസാനം വരെയുള്ള ചടങ്ങുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് വടക്കുംനാഥന്റെ നിലപാട് തറ. പൂരം വിളംബരമാകുന്നത് മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള എല്ലാ സുപ്രധാനമായ ചടങ്ങുകളും നടക്കുന്നത് ഈ നിലപാട് തറയ്ക്ക് അഭിമുഖമായിട്ടാണ്. പൂരം ഇവിടെ നിന്നാൽ സുഗമമായി കാണാമെന്നതും ഏറെ സവിശേഷമാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്ത് ശ്രീമൂലസ്ഥാനമായ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപമാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പൂരം കണ്ടിരുന്നതും നിയന്ത്രിച്ചിരുന്നതും ഈ നിലപാട് തറയിൽ ഇരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. പൂരത്തലേന്ന് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന് എഴുന്നള്ളി ഈ നിലപാട് തറയിൽ എത്തുമ്പോഴാണ് പൂരവിളംബരമായി 3 തവണ ശംഖ് മുഴക്കുന്നത്. പൂരം നാൾ 8 ഘടകക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാർ രാവും പകലും എഴുന്നള്ളി വന്ന് നിലയുറപ്പിച്ച് പൂരം നടത്തുന്നത് ഇതേ നിലപാട് തറയിലാണ്. പൂരപ്പിറ്റേന്ന് പ്രധാന പൂരപ്പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ മുഖാമുഖം വന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതും നിലപാട് തറയ്ക്ക് അഭിമുഖമായാണ്. കൂടാതെ ഇതിന് ഇരുവശങ്ങളിലുമായിട്ടാണ് വെടിക്കെട്ടും അരങ്ങേറുന്നത്. ഇതിനു പുറമെ രാജഭരണകാലത്ത് കുറ്റവാളികൾക്കുള്ള ശിക്ഷ നടപ്പാക്കിയിരുന്നതും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ പൂരം പോലെ തന്നെ ശക്തന്റെ നിലപാട് തറയും ചരിത്ര പ്രാധാന്യമുള്ള ഇടമായി ഇന്നും സംരക്ഷിച്ച് നിലനിർത്തി പോവുകയാണ്. ഒരു പൂരം കൂടി വരവറിയിക്കുമ്പോൾ നിലപാട് തറയെക്കുറിച്ചുള്ള ഐതിഹ്യവും അതിനെപ്പറ്റി കൂടുതൽ അറിയാനുമുള്ള ആകാംക്ഷയും വർദ്ധിക്കുകയാണ്. നിലപാട് തറയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.